കമ്പനിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്നലെ കമ്മീസ് മിഷ്യത്തിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്കാണ് ഓഫീസിലെത്താൻ പറഞ്ഞത്. അപ്പോൾ രാവിലെ മുതൽ 3 മണി വരെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അൽസുദയിലേക്ക് അങ്ങോട്ട് പോയാലോ എന്ന്. അങ്ങനെ അൽസുദ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് പോയി. സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ടൊന്ന് മാറി ഒന്ന് പോയാൽ എങ്ങനെ ഉണ്ടാവും അവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് വിചാരിച്ചിട്ട് ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ ഒന്ന് പോയത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ടുള്ള നമ്മളെ ബർസൂമി അതിങ്ങനെ പൂത്ത് കായ്ച്ച് പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. പക്ഷേ അത് പറിക്കാനോ തിന്നാനോ ഉള്ള സംവിധാനങ്ങളൊന്നും എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത് അവിടെ എവിടെയെങ്കിലും ഒരു കട ഉണ്ടോയെന്ന് നോക്കിപ്പോയി. അവിടെ പോയിട്ട് ഒരു കത്തി വാങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നുള്ള പോക്ക്. കിലോമീറ്ററുകളോളം ഇങ്ങോട്ട് പോയി എന്നല്ലാതെ ഒരു കട പോലെ ആ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. കട മാത്രമല്ല അവിടെ ഒരാളെയും മനുഷ്യനെ ഒന്നും കാണാനില്ല. അവസാനം ഒരു ജംഗ്ഷനിലെത്തി. അവിടുന്ന് ഞാൻ ഇടത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയപ്പോൾ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവിടെയൊന്നും ഒരു കടകളില്ല. ഒറ്റ കട പോലും അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ വീണ്ടും ഞാൻ യാത്ര ഇങ്ങനെ കുറേ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു റോഡ് സൈഡിൽ വെച്ചിട്ടൊരു കച്ചവടക്കാരനെ കാണുന്നത്. ആ പാവപ്പെട്ട മനുഷ്യന് ആപ്രിക്കോട്ടാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സെല്ലക്ക് 10 റിയാലാണ്. ആ മസറയിൽ നിന്ന് എടുത്തിട്ട് വിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങിട്ടോ. യാത്രയിൽ പ്രത്യേകമായിട്ട് ഒരു കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഉള്ള കാഴ്ചകൾ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ആ കാഴ്ചകൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. കുറച്ചൊക്കെ പിന്നെ ആളുകളൊക്കെ കാണാൻ തുടങ്ങി. കുറച്ച് വണ്ടികളും കുറച്ച് കടകളൊക്കെ കാണാൻ തുടങ്ങി. ആ ചെറിയൊരു അങ്ങാടിയൊക്കെ ഉണ്ട്. പക്ഷെ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല കൂടുതലും. അപ്പോഴേക്ക് ഏകദേശം അൽസുദന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ നിന്ന് താഴേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന ആ ഒരു ചുരം കണ്ടില്ലേ, എന്ത് രസമാണ് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. കാര്യമായിട്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തേൻ്റെ കച്ചവടമാണ്. തേൻ്റെ കൂടും അതുപോലെ തന്നെ പല തരത്തിലുള്ള തേനുകളുണ്ട്. 200-300 ഓരോ കിലോക്ക്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വീണ്ടും വണ്ടി എടുത്തിട്ട് വിട്ടിട്ടോ. അൽസുദയിലേക്കാണ് പോണത്. അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോഴേക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, വണ്ടി അവിടെ അങ്ങോട്ട് സൈഡാക്കിയിട്ടിട്ട് മഴ അങ്ങോട്ട് ആസ്വദിച്ച്. എന്ത് മഴ എന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. നല്ല കനത്ത തുള്ളികൾ, നല്ല തണുത്ത വെള്ളം. അവിടെ കുത്തിരുന്നിട്ട് ഞാനൊരു 10-25 മിനിറ്റ് മഴ അങ്ങോട്ട് ആസ്വദിച്ചിട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് മഴ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പിന്നെയും പോയി. 3 മണിയാകുമ്പോഴേക്കും എനിക്ക് തിരിച്ച് കമ്മീസിലെത്തേണ്ടതുണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ വിട്ട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്ക് പിന്നെ മഴ പോയിട്ടോ. പിന്നെ മഴയൊന്നും കാണുന്നില്ല. അവിടെ ഒന്നും മഴ പെയ്തതില്ല. പക്ഷെ നല്ല തണുപ്പാണ്. നല്ല കോടയൊക്കെ അതിങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. നല്ല വണ്ടിൻ്റെ നല്ല തിരക്കാണ്. ആളുകൾ അങ്ങോട്ട് ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് 12:30 മണിയായിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നല്ല മലകൂത്ത് വാങ്ങി. അവിടെ ഇരുന്ന് കഴിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാനെടുത്ത് വന്നിട്ട് വണ്ടി ഒരു സൈഡാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് കഴിച്ച് ആസ്വദിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ആ മലകൂത്ത് അങ്ങോട്ട് കഴിച്ച്. അത് വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. പറയാതെക്കാൻ വയ്യ. നല്ല തണുത്ത കാറ്റൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അതാക്കണ മഞ്ഞ് കോടങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് രസം, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല ഒരു അനുഭവം ഇരുന്നത്. ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ബർസൂമി. ഇതെല്ലാ ഏരിയയിലും കമ്മീസ് അബഹയിൽ എല്ലാ ഏരിയയിലും കാണുന്ന ഒരു സംഭവമാണ് ഈ ബർസൂമി. അങ്ങനെ അവിടെ മരത്തുമ്പോൾ പോയിട്ട് കുറച്ച് ബർസൂമി എല്ലാം കഴിച്ച് ഞാൻ കത്തി അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയിരുന്നു കടയിൽ നിന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് കണ്ടിട്ട് ഒന്ന് ആസ്വദിച്ച് ഒരു ഫ്രൂട്ടൊക്കെ കഴിച്ച് ഫുഡിന് ശേഷം നല്ലപോലെ ഒന്ന് ആസ്വദിച്ച് അവിടെ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്ത് വിട്ട്. അപ്പോഴേക്ക് വീണ്ടും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അൽസുദയിൽ ഞാൻ താഴെ തിരിച്ചു വരികയാണ് ഇനി. അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നതാണ്. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ തിരക്ക് എന്നറിയാം. അങ്ങോട്ട് പോകാനുള്ള വണ്ടികളെ തിരക്കുണ്ടല്ലേ. അങ്ങനെയെല്ലാം കൂടി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിലെത്തി. എൻ്റെ ഓഫീസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് ഇറങ്ങുന്ന സമയമാണിത്. ഒരു രക്ഷയില്ല. കോട ഇറങ്ങി നിൽക്കുന്ന ഈ കാഴ്ചകൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെ ആ വരുന്ന വഴിയിൽ ചുരത്തിൽ തന്നെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ആ തണുപ്പുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് രാത്രി ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്ക് നാട്ടിലെത്തി.